നിയമസഭയിലെ പ്രസംഗം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് കെ.എൻ. ബാലഗോപാൽ എം.എൽ.എ. മറ്റു ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് തന്റെ പരാമർശം വളച്ചൊടിച്ചു. പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സ്പീക്കർ സഭയ്ക്ക് പുറത്ത് വിമർശിച്ചത് ശരിയായില്ല എന്നും കെ.എൻ. ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിരിക്കുന്നു, ഇപ്പുറത്തെ CPI-യുടെ നേതാവായിട്ടുള്ള ശ്രീ രാജനുണ്ട്. ഞങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ കേട്ടോണ്ട് നമ്മൾ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളത് സംസാരിച്ചിട്ടാണ് ഞാൻ എണ്ണിച്ചിട്ട് മന്ത്രിയോട് പറയാം, നിങ്ങൾ കാണിക്കുന്ന അങ്ങേറ്റം നുണ മാത്രം പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. സ്പീക്കറോട് ഇടപെടാൻ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറ്റില്ല. ഇതുപോലെ കേൾക്കുന്ന ഇങ്ങനെ LOP ആണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഈ കാര്യം അത് പറഞ്ഞ ആ വിഷ്വൽ കൃത്യമായിട്ട് ചില വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം തിരിച്ച് പിന്നെ LOP എണ്ണിക്കണം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു സീരിയസ് ആയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ അത്രേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമല്ല. ആ രേഖകൾ തെറ്റായി സഭയിലെ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്താൽ അതൊരു പ്രിവിലേജ് ഇഷ്യൂ ആണ്. അതിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടതിന് പേരിലാണ് പ്രതിപക്ഷ നേതാവ് ഇടപെട്ടത്. പ്രതിപക്ഷ നേതാവിന്റെ വിവേചനാധികാരത്തെ കെ.എൻ. ബാലഗോപാൽ നിയന്ത്രിക്കുന്നു. കെ.എൻ. ബാലഗോപാൽ പറഞ്ഞാലേ പ്രതിപക്ഷ നേതാവിന് അക്കാര്യം ഓർമ്മ വരികയുള്ളൂ. കെ.എൻ. ബാലഗോപാൽ നിയന്ത്രിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ പ്രചരിച്ചത്. അങ്ങനെ പ്രചരിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. അത് തന്റെ പ്രിവിലേജ് ലംഘനമാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. അതെ, സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് കെ.എൻ. ബാലഗോപാൽ എം.എൽ.എ. പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് സംസാരിക്കണം എന്ന പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു. ഇതിനൊപ്പം ചില ദൃശ്യങ്ങളൊക്കെ വെച്ച് തന്നെ അപമാനിക്കുന്ന രൂപത്തിലും പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലും ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ് പരാതി. താൻ പറഞ്ഞ അതേ അർത്ഥത്തിലല്ല വീഡിയോ പ്രചരിച്ചത്. LOP എഴുന്നേറ്റ് സംസാരിക്കും എന്നാണ് താൻ ഉദ്ദേശിച്ചത്. നേരത്തെ തന്നെ ഈ വിഷയം സംബന്ധിച്ച് കെ. രാജൻ, പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് താൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ താൻ LOPയോട്, പ്രതിപക്ഷ നേതാവിനോട് എഴുന്നേറ്റ് സംസാരിക്കണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയായിരുന്നില്ല. ഈ രൂപത്തിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി സ്പീക്കർക്ക് നൽകും. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനോട് അങ്ങനെ പറഞ്ഞ കെ.എൻ. ബാലഗോപാലിന്റെ പരാമർശം ശരിയായില്ല എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭ പൂർത്തിയായ ശേഷം, സഭാ സമ്മേളനത്തിന് ശേഷം പുറത്ത് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയിരുന്നു. ആ വിമർശനം തന്നെ കുറ്റപ്പെടുത്തിയ തിരുവഞ്ചൂരിന്റെ പ്രതികരണം ശരിയായില്ല, ഒരിക്കലും സഭയുടെ പുറത്ത് ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളതല്ല, തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു അംഗത്തെ ഈ രൂപത്തിൽ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുകൂടി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു വെക്കുകയാണ്. മോർഫ് ചെയ്ത ദൃശ്യങ്ങൾക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കും എന്ന്, അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.